സാറേ ഇങ്ങനെ നിന്നാ മതിയാ, ഒരുത്തരം കാണാനില്ലല്ലോ. ഒരുത്തൻ ഫോൺ ചെയ്തോണ്ട് നടന്നോ, അവനെ നമുക്ക് നോക്കാം. ഞാൻ എന്ത് പറയാന്ന്? നിർത്തല വണ്ടി. അല്ല നിക്കണോടാ, നടന്നോണ്ടിരിക്കുമ്പോഴാടാ ഫോൺ ചെയ്യണത്. അത് എന്ത് സ്പീഡാണ്, ഓവർ സ്പീഡ് എഴുതി കൊടു സാറേ. ഓവർ സ്പീഡാ? നീ ഈ നാട്ടിലൊന്നുമല്ല ജീവിക്കണത്. ഫൈൻ അടച്ചിട്ട് പോയാൽ മതി. എഴുതി കൊടുക്കണോ? ആ ശരി സാറേ. സാറേ എന്തിനാണ് സാറേ? ആ പാവല്ലേ, മേടിച്ചോ. പിന്നെ നോക്കിയും കണ്ടും പയ്യെ പോക്കോണം. ശരി സാർ. ആ ഡാ പയ്യെ പോകാൻ പറഞ്ഞിട്ട്. ആ ശരി സാറേ. സാറേ കാമുകയോട് ചൊല്ലിക്കൊണ്ടോണെന്നു. ആ സിഗ്നലിന്റെ അവിടെ വർത്താനം പറഞ്ഞ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്നും പ്രശ്നമില്ലടോ, അവിടെ ക്യാമറ ഉണ്ട്. അല്ല സാറേ, ക്യാമറയിലെ ഫോട്ടോ മാത്രമല്ലേ കിട്ടുള്ളൂ, അഡ്രസ് എങ്ങനെ കിട്ടും? അത് ശരിയാണല്ലോ. എടാ നിക്കണോടാ. എന്താ സാറേ? ഇങ്ങനെടാ, നിന്റെ പേര് പറയടാ. പേര് ജോബിൻ. ആ എഴുതടോ, ജോബിൻ. മോഡൽ നമ്പർ പറയടാ. മോഡൽ നമ്പർ അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറയടാ. അഡ്രസ്, അപ്പന്റെ പേര്, അമ്മയുടെ പേര് ഒക്കെ പറയടാ. എങ്ങാണ്ട് ബി 95 36 76. എല്ലാം എഴുതിയില്ലടോ. ആ പൊക്കട ഷർട്ട്. ഷർട്ട് നോക്കാനാ? ആ അല്ലേ വേണ്ട, ഇവിടെ ബട്ടണിൽ തൂക്കിയാൽ മതിയോ. ഇതെന്തിനാ സാറേ? അതെ ക്യാമറയിൽ നിന്റെ അഡ്രസ് കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായടാ, പോയിക്കോ. ശരി സാർ. ജോബിനല്ലേ ഇവനെന്താ മുമ്പിലും പുറകിലൊക്കെ ബോർഡ് വെച്ചവൻ? താനെന്താടോ ഇങ്ങനെ പോണ? ഇങ്ങനെയൊക്കെയാണ്, നടന്ന് ഫോൺ ചെയ്ത ഫൈനാണ്. ഇതെന്താടോ മുമ്പിലും പുറകിലും നമ്പർ പ്ലേറ്റാ? ക്യാമറയിൽ ഡീറ്റെയിൽ കിട്ടാനായിട്ട് പോലീസുകാർ നോക്കിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ തനിക്കും കിട്ടും. അങ്ങനെ ചെല്ലി. ഇല്ലടോ, എന്നാലും ഞാനും പറയാണ്ട്, എനിക്ക് ഗ്യാസിന്റെ അസുഖമുള്ളതാണേ. പോരാത്തതിന് ചക്കക്കുരു പറഞ്ഞ് കറി. ഇനിയിപ്പൊ അങ്ങോട്ട് ഇങ്ങനെ അവന്മാരുടെ മുമ്പിൽ അങ്ങനെ ചെന്ന് പെട്ടാലേ വല്ല പൊല്യൂഷൻ അടിച്ചു തരും. അത് ശരിയാണ്, അങ്ങോട്ട് പോണ്ട വാ.